മലപ്പുറം നായടംപൊയിലിൽ ലൈസൻസ് ഇല്ലാത്ത ഹോം സ്റ്റേ നിലമ്പൂർ പോലീസ് അടപ്പിച്ചു. ഹോം സ്റ്റേയിൽ താമസിക്കാൻ വന്നവർ സമീപവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. ആദ്യം ചില ദൃശ്യങ്ങൾ ലഭ്യമാവുന്നു, അതിലേക്ക്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഹോം സ്റ്റേ അനധികൃതമായിട്ടെന്നാണ് തോന്നുന്നത്, പേപ്പറൊന്നുമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഈ മദ്യപിച്ച ആൾക്കാരെത്തി ബഹളം ഉണ്ടാക്കിയൊരു സ്ഥിരമാണ്. അപ്പം ഇന്നലെ ഇതേപോലെ ഒരു 10ഓളം സംഘം അവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കിയപ്പം ഞാൻ അതിൻ്റെ ഓണറെ വിളിച്ച് പരാതിപ്പെട്ടുണ്ട്. ഓണറോട് പലതവണ ഞാൻ പരാതിപ്പെട്ടതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ച് പരാതിപ്പെട്ടു. ഇങ്ങനെ ഒരു മാഷാണ്, ബൈജു മാനുവൽ എന്ന് പറയുന്നൊരു മാഷാണ് അതിൻ്റെ ഓണർ. അപ്പോൾ അത് മൂപ്പര് വിളിച്ച് പറഞ്ഞിട്ടാണ് തോന്നുന്നു. ഇവർ പിന്നെ പ്രകോപനപരമായിട്ടുള്ള സമീപനമായി വന്ന ആൾക്കാർ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് റിസോർട്ട് എടുത്തത്, മറിച്ചാൽ നമ്മൾ ചെറിയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങി വരികയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്തു. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ഇതിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഹോം സ്റ്റേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ് ഗോകുൽ? ഹോം സ്റ്റേക്ക് ലൈസൻസ് ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരമൊരു സംഭവം നടന്നതിന് പിന്നാലെ ഹോം സ്റ്റേയുടെ ഉടമയായ ബൈജു ഇമ്മാനുവലിനെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഹോം സ്റ്റേക്ക് ലൈസൻസ് ഇല്ല എന്ന കാര്യം ഈ ഉടമയായിട്ടുള്ള ബൈജു ഇമ്മാനുവൽ സമ്മതിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവത്തിന്റെ തുടക്കം. അതായത് ഈ ബൈജു ഇമ്മാനുവലിന്റെ ഉടമസ്ഥതയിലുള്ള ഹോം സ്റ്റേയിലേക്ക് പുറത്തുനിന്ന് 10ഓളം ആളുകൾ എത്തുന്നു. തുടർന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയിട്ട് ആ വീട്ടിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഹോം സ്റ്റേയുടെ സമീപവാസിയായിട്ടുള്ള ബിനു എന്ന് പറയുന്ന വ്യക്തി ഈ ഹോം സ്റ്റേയുടെ ഉടമയോട് വിളിച്ചിട്ട് ഇത്തരത്തിൽ ഈ ഹോം സ്റ്റേയിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, അത് തങ്ങൾക്ക് അസൗകര്യമാകുന്നുണ്ട് എന്ന് പരാതി പറയുന്നത്. പിന്നീട് രാത്രിയോട് കൂടിയിട്ട് ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്നാണ് പറയുന്നത്. 10ഓളം ആളുകൾ വരുന്നു. അതിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെയായിരുന്നു പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. വീട്ടിൽ ഭാര്യയും 4 പെൺകുട്ടികളും ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ അതിക്രമം നടത്തുകയും അസഭ്യം വിളിച്ചു പറയുകയും ചെയ്തത് എന്ന് പരാതിയിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ പോലീസ് ഈ ഹോം സ്റ്റേ ഉടമയായിട്ടുള്ള ബൈജു ഇമ്മാനുവലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ലൈസൻസ് ഇല്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഈ ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ മുഴുവൻ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ ഈ ഹോം സ്റ്റേ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊരു കർശന നിർദ്ദേശവും നിലമ്പൂർ പോലീസ് നൽകിയിട്ടുണ്ട്. റിജിത്ത്. ശരി, ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.